നേതൃ ക്യാമ്പിലെ കൂട്ടത്തല്ല് തർക്കത്തിൽ KSU നേതാക്കൾക്കിടയിലെ അസ്വാരസ്യങ്ങൾ പുകയുന്നു. ഏറ്റവും ഒടുവിലായി പുറത്താക്കപ്പെട്ടവരിൽ ഒരാളായ KSU സംസ്ഥാന ജനറൽ സെക്രട്ടറി അനന്തകൃഷ്ണനും സംസ്ഥാന വൈസ് പ്രസിഡന്റ് അരുൺ രാജേന്ദ്രനും തമ്മിലുള്ള ഫോൺ സംഭാഷണമാണ് പുറത്തുവന്നത്. കൂട്ടത്തല്ലിലെ കനലുകൾ ആളിക്കത്തും എന്നതിന്റെ തെളിവായിരുന്നു ഈ സംഭാഷണം. ഹലോ, പറഞ്ഞോ. എവിടെയുള്ള? ഞാൻ സിറ്റിയിലുണ്ട്. എവിടെ? സിറ്റിയിൽ പറഞ്ഞോ. സിറ്റിയിൽ എവിടെയുള്ള? സിറ്റിയിൽ ഞാൻ ഇവിടെ തമ്പാനൂരിന്റെ അടുത്തുണ്ട്. പറഞ്ഞോ. ആണോ? നീ കാണിച്ച പോരാ, പിന്നെ വിളിച്ച് പറഞ്ഞോണ്ട് കിടന്ന പിന്നെ വീട്ടിൽ കിടന്നുറങ്ങാൻ സമ്മതിക്കത്തില്ല കേട്ടോ. ഈ ശ്രീജിത്ത് എന്ന് പറയുന്നവൻ എന്നെ വിളിച്ചു. ശ്രീജിത്ത് എന്ന് പറഞ്ഞവനെ ആര് വിളിച്ചാലും ഈ ക്യാമ്പിനകത്ത് 70% ആളുകൾ കള്ളു കുടിച്ചിട്ട് നടക്കുന്നത് നീ കണ്ടോടാ? നീ കണ്ടോ? ക്യാമ്പിനകത്ത് 70% ആളുകൾ കള്ളു കുടിച്ചിട്ട് നടക്കുന്നത് നീ കണ്ടോന്ന് ചോദിച്ചേ? നീ കണ്ടോ? ഈ പറഞ്ഞ സാധനം നീ കണ്ടോ? 70% നീ ചാനലിൽ പറഞ്ഞത് 70% ആളുകൾ കള്ളു കുടിച്ച് നടക്കുക. അതിനകത്ത് കള്ളു കുടിച്ചിട്ട് നടന്ന ആളുകളുടെ പേരൊന്ന് നീ പറഞ്ഞേ. ദേശീയ നേതൃത്വത്തിന്റെ നടപടിക്ക് പിന്നാലെ സമൂഹ മാധ്യമങ്ങളിലും ചേരിപ്പോര് രൂക്ഷമാണ്. വിമർശിച്ചും ആരോപണങ്ങൾ ഉന്നയിച്ചും സമൂഹ മാധ്യമങ്ങളിലും അടി പൊടിപൊടിക്കുകയാണ്. നടപടിയെടുത്ത് മുഖം രക്ഷിക്കാനുള്ള നേതൃത്വത്തിന്റെ ശ്രമവും പുതിയ വിമർശനങ്ങൾക്ക് ഇടയാക്കിയിട്ടുണ്ട്. KSU തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് ഗോപു നെയ്യാറിനെതിരെ നഗരത്തിൽ പലയിടത്തും പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു. ഊരും പേരുമില്ലാത്ത പോസ്റ്ററുകളിൽ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി പിരിച്ചുവിടണമെന്നതാണ് പ്രധാന ആവശ്യം. കുട്ടി നേതാക്കൾക്കിടയിൽ തുടങ്ങിയ തർക്കം വലുതായി കോൺഗ്രസിലെ ആഭ്യന്തര പോരിലേക്ക് കടക്കുകയാണ്. പ്രതിപക്ഷ നേതാവും KPCC അധ്യക്ഷനും തമ്മിലുള്ള ഏറ്റുമുട്ടലിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നുവെന്നാണ് സൂചന. സുധാകരന്റെ അനുയായികൾക്കെതിരെ മാത്രം അച്ചടക്ക നടപടിയെടുത്തതും കൂടുതൽ പ്രകോപനത്തിന് വഴിവെച്ചുവെന്നാണ് വിവരം. എന്തായാലും KSUവിലെ കലഹം തീർക്കാൻ കോൺഗ്രസ് നേതൃത്വം എന്ത് നടപടി സ്വീകരിക്കുമെന്നതാണ് ഇനി പ്രധാനം. റിപ്പോർട്ടർ, തിരുവനന്തപുരം.